എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പുതിയൊരു 4 വർഷ ഡിഗ്രി പ്രോഗ്രാം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ കൂടെ വരുന്ന നിർബന്ധിത ഇന്റേൺഷിപ്പിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ഇന്റേൺഷിപ്പിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതുപോലെ യഥാർത്ഥത്തിൽ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ വരും, എന്തൊക്കെ അവസരങ്ങളുണ്ട്, അങ്ങനെ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാം. ഈ ഇന്റേൺഷിപ്പ് വരുന്നത് 2024-25 അധ്യയന വർഷം മുതൽ തുടങ്ങിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതായത് CUFY UGPയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ പുതിയ സിസ്റ്റം പ്രകാരം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്. ഒന്ന്, സാധാരണ 3 വർഷത്തെ ഡിഗ്രി. പിന്നെ കുറച്ചുകൂടി ആഴത്തിലുള്ള പഠനത്തിനുള്ള 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി. ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും ഇന്റേൺഷിപ്പ് എല്ലാവർക്കും നിർബന്ധമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അപ്പോൾ ഈ നിർബന്ധിത ഇന്റേൺഷിപ്പിന് എന്തൊക്കെയാണ് വേണ്ടത്? അതിന്റെ പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ പഠിക്കുന്ന വിഷയത്തിൽ കുറച്ച് പ്രായോഗിക അറിവ്, അതായത് ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടണം. ക്ലാസ്സിൽ പഠിക്കുന്ന തിയറിയും പുറത്തുള്ള ജോലിയും തമ്മിലുള്ള ഒരു പാലം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്റേൺഷിപ്പ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ ഡിഗ്രിക്ക് 2 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും. അതുപോലെ നിങ്ങൾ ചുരുങ്ങിയത് 60 മണിക്കൂറെങ്കിലും ഇതിനായിട്ട് മാറ്റിവെക്കണം. അത്രയും സമയം പൂർത്തിയാക്കിയാലേ ഈ ഒരു കടമ പൂർത്തിയാവുകയുള്ളൂ. ഇന്നൊരു കാര്യം, ഇത് നിങ്ങളുടെ 6ാം സെമസ്റ്റർ തുടങ്ങുന്നതിനു മുൻപ് തന്നെ ചെയ്തു തീർക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ പേടിക്കേണ്ട, ഇതിന് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇതാ, ഈ 6 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായി, നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക. അതൊരു കമ്പനിയോ സർക്കാർ ഓഫീസോ എന്തിന് യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെയോ ആകാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന് അനുമതി വാങ്ങണം. പിന്നെ 60 മണിക്കൂർ പൂർത്തിയാക്കുക. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഡയറിയിൽ കൃത്യമായി എഴുതി വയ്ക്കണം. എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചൊരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുക. അവസാനമായി ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് ഉറപ്പുവരുത്തുക. അത്രയുള്ളൂ. നിങ്ങൾ പോലി 60 മണിക്കൂർ പൂർത്തിയാക്കിയാൽ മാത്രം പോരാ. ഇതിന് കൃത്യമായ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ മാർക്ക് വിഭജിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആകെ 50 മാർക്കിലാണ് ഇത്. അതിൽ 25 മാർക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന തുടർച്ചയായ വിലയിരുത്തലിനാണ്. പിന്നെ ഒരു വൈവ ഉണ്ടാവും, അതിന് 17 മാർക്ക്. നിങ്ങൾ സമർപ്പിക്കുന്ന ഫൈനൽ റിപ്പോർട്ടിനും ഡയറിക്കും കൂടി 8 മാർക്ക്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഫൈനൽ സ്കോർ വരുന്നത്. ഇനി നമുക്ക് ഈ നിയമങ്ങളുടെയും മാർക്കിന്റെയുമൊക്കെ അപ്പുറത്തേക്ക് ഇതിന്റെ റിയൽ വേൾഡ് സൈഡിലേക്ക് വരാം. കാരണം അവിടെ ചില വെല്ലുവിളികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ അവസരങ്ങളുമുണ്ട്. അടുത്തിടെയായി ഉയർന്നുവന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ നിർബന്ധിത ഇന്റേൺഷിപ്പിന്റെ പേരിൽ കുട്ടികളിൽ നിന്ന് വലിയ ഫീസ് ഈടാക്കുന്നു എന്നത്. ഈയൊരു പരാതി വ്യാപകമായതോടെ സർക്കാർ ഇതിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ളൊരു പരിഹാരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതനുസരിച്ച് കോളേജുകൾക്ക് തന്നെ പ്രാദേശികമായി ഇന്റേൺഷിപ്പ് അവസരങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള സൗജന്യ അവസരങ്ങളെക്കുറിച്ച് കുട്ടികളെ അറിയിക്കും. കൂടാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒഫീഷ്യൽ ഇന്റേൺഷിപ്പ് പോർട്ടലുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇനി നാണയത്തിന്റെ മറുവശം നോക്കിയാൽ ഒരുപാട് നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തന്നെ മുൻകൈയെടുത്ത് GTech, അതായത് ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് പോലുള്ള വലിയ വ്യവസായ ഗ്രൂപ്പുകളുമായി സഹകരിക്കുന്നുണ്ട്. ഇതുവഴി വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മികച്ച ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ എന്തിനാണ് ഇത്രയധികം പ്രാധാന്യം ഈ ഇന്റേൺഷിപ്പിന് കൊടുക്കുന്നത്? കാരണം ഇത് വെറുതെ 2 ക്രെഡിറ്റ് നേടാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല. അതിനപ്പുറം ഒരുപാട് വലിയ നേട്ടങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് പ്രയോഗിക്കാൻ ഒരവസരം കിട്ടുന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടീം വർക്ക് ഒക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏത് കരിയറാണ് നിങ്ങൾക്ക് ചേരുന്നതെന്ന് കണ്ടെത്താനും നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനും ഇത് സഹായിക്കും. എല്ലാത്തിനുമുപരി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇതെല്ലാം ബിരുദം കഴിഞ്ഞ് ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. അതുകൊണ്ട് ഇതൊരു കടമ്പയായി കാണരുത്. നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾക്ക് അറിവ് തരും, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് സ്വന്തമായി പറയാനൊരു കഥ തരും. അപ്പോൾ നിങ്ങളുടെ കഥ എന്തായിരിക്കും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റേൺഷിപ്പിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടതിന് നന്ദി.